ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി സ്റ്റുഡിയോ നെടുമൺകാവ്. നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. 2020 പഞ്ചായത്ത് ഇലക്ഷന്റെ തീയതി പ്രഖ്യാപിച്ചതോടുകൂടി സ്ഥാനാർത്ഥികളും അണികളും ആവേശത്തിലാണ്. വെളിയം കൊട്ര 13ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ കൊട്ര ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ ബ്ലോക്കിലേക്ക് മത്സരിക്കുകയാണ്. കഴിഞ്ഞ 2 ടേം വെളിയം പഞ്ചായത്തിലെ കൊട്ര വാർഡിൽ ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ വാർഡിലാകമാനമുള്ള പൊതുപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. പുയ്യപ്പള്ളി പഞ്ചായത്തിലെ 1, 2, 3 വാർഡുകളും വെളിയം പഞ്ചായത്തിലെ കൊട്ര, കലയക്കോട്, വെളിയം പടിഞ്ഞാറ്റിങ്കര വാർഡുകളും ഉൾപ്പെടുന്നതാണ് കൊട്ര ഡിവിഷൻ. എല്ലാ വോട്ടർമാരും അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. വെളിയം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 13 കൊട്രയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. ഈ വാർഡിൻ്റെ വികസന തുടർച്ചയ്ക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ത്രിതല പഞ്ചായത്തിലൂടെയും ഐഷ പോറ്റി MLAയും നമ്മുടെ വാർഡിൽ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസനം തുടർച്ചയ്ക്കായി എന്നെ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജി തോമസിനെയും ജില്ലാ പഞ്ചായത്തിലേക്ക് അഡ്വക്കേറ്റ് നയികുമാറിനെയും അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വെളിയം പഞ്ചായത്തിൽ കൊട്ര 13ാം വാർഡിൽ നമ്മുടെ വികസനങ്ങൾ നമുക്ക് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാറുണ്ട്. നമ്മുടെ അംഗൻവാടി തന്നെ തുതിയൊരു അംഗൻവാടി കാലങ്ങളായിട്ട് തന്നെ അംഗൻവാടി അവിടെ തന്നെയാണ് എനിക്ക് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് 2 സെന്റ് വസ്തു മേടിച്ച് ഒരു അംഗൻവാടി നല്ല രീതിയിൽ നിർമ്മിക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരുപാട് വികസനങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് നിറവേറ്റണം. ഒരുപാട് വാഗ്ദാനങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. വെളിയം പഞ്ചായത്തിൽ കൊട്ര 13ാം വാർഡിൽ BJP NDA സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എൻ്റെ പേര് സുജിത് എസ്. എല്ലാവരും ഇങ്ങനെ അനുഗ്രഹങ്ങളും അസുഖങ്ങളും ഉണ്ടാവണം. പിന്നെ താമര ചിഹ്നത്തിൽ താമര അടയാളത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്ന ഡിസംബർ 8-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെളിയം ഗ്രാമപഞ്ചായത്തിൽ കൊട്ര 13ാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൈ ചിഹ്നത്തിൽ ഞാൻ ജനവിധി തേടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അമ്മമാരെ, ഗുരുക്കന്മാരെ, 8-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വോട്ടുകൾ എനിക്ക് രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയായി വന്നാൽ തീർച്ചയായും നിങ്ങളെ ഓരോരായി നിങ്ങളോടൊപ്പം ഏത് സമയത്തും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ കുറേയേറെ വർഷങ്ങളായി ഞാൻ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളികളുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വളരെയധികം സമര പോരാട്ടങ്ങൾ നടത്തുകയും ആ സമര പോരാട്ടങ്ങളുടെ ഫലമായി പല കശുവണ്ടി തൊഴിലാളി അമ്മമാർക്കും സഹോദരിമാർക്കും ഒരുപാട് അനുകൂല്യങ്ങൾ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നായാലും ക്ഷേമനിധിയിൽ നിന്നായാലും വാങ്ങിക്കൊടുക്കുക എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നമ്മുടെ വാർഡിലെ പാവപ്പെട്ട കർഷകരെ സഹായിക്കുന്ന ഏത് രംഗത്തും ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കൊട്ര തുതിയൂർ ജംഗ്ഷനിൽ AB പവർ ടൂൾസ് ഫോർ റെന്റ് എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഉടമയായ പ്രവാസി കൂടിയായ ജോസിൻ്റെ വാക്കുകളിലേക്ക്.
ഞാനൊരു പ്രവാസിയായിരുന്നു, ദുബൈയിലായിരുന്നു. അവിടുന്ന് വന്നപ്പം നാട്ടിലൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ഈ പവർ ടൂളെല്ലാം വാടകയ്ക്ക് കൊടുക്കുന്നത്, റെൻറ്റ് കൊടുക്കുന്നത്, ദിവസ വാടകയ്ക്ക് കൊടുക്കുന്നതും. പിന്നെ മുളക്, മല്ലി നമ്മൾ എടുത്ത് മല്ലി നമ്മൾ ചാക്കിനെടുത്തുകൊണ്ട് വന്ന് കഴുകി ഉണക്കി, തണ്ടെല്ലാം വെട്ടി കഴുകി ഉണക്കി പൊടിച്ച് നമ്മൾ പാക്ക് ചെയ്യുകയാണ്. പിന്നെ ആരും നമ്മളെ വിളിച്ച് പറഞ്ഞാൽ, നമ്മുടെ നമ്പർ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഹോം ഡെലിവറിയാണ്. പിന്നെ ചെക്കിലെ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഗ്യാരൻറ്റിയോടുകൂടിയുള്ള വെളിച്ചെണ്ണ, അത് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ തേങ്ങ, പിന്നെ അങ്ങനെയുള്ള മറ്റ് കോഴിത്തീറ്റ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. അങ്ങനെ ശുദ്ധമായ വെളിച്ചെണ്ണ എല്ലാം നമ്മൾ വിളിച്ച് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ട് തരുന്നതായിരിക്കും. പിന്നെ എല്ലാവരും നമ്മളെ ഇതിനോട് സഹകരിച്ച് വിജയിപ്പിക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന കൊട്ര ഭഗവതി കൊട്രക്കാരുടെ അമ്മ കൂടിയാണ്. കൊട്ര ഭഗവതി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ചാരിറ്റി സംഘടനയുടെ ജില്ലാതല ഉദ്ഘാടനം നാൽക്കവല സ്നേഹാലയത്തിൽ വെച്ച് പൂയപ്പള്ളി CI ഉദ്ഘാടനം ചെയ്തു. നമ്മളിലേക്ക് അങ്ങ് പോവുകയാണ്. ഇത് ആർക്കും സമൂഹത്തിന് ഒരു ഗുണം കിട്ടുന്നില്ല. നമ്മൾ ഒരു കാര്യം വിശാലമായിട്ട് ചെയ്യുമ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടുകയും നമ്മൾ കഴിയുമ്പോഴൊപ്പം അതിന്റെ പേര് പ്രശസ്തി എന്ന് നിലനിൽക്കുകയും ചെയ്യും. പൂയപ്പള്ളി ചാവടിയരികത്ത് മേരിക്കുട്ടി മത്തായി അന്തരിച്ചു. സംസ്കാരം നടത്തി. നാൽക്കവല വാർഡ് മെമ്പർ ശ്രീ രാജു ചാവടിയുടെ മാതാവ് കൂടിയാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.